ഹായ് അസ്സാം വലൈക്കും. ഞാൻ ഡോക്ടർ ഷെരീഫാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേഡീസിൻ്റെ മെയിൻ പ്രോബ്ലം ആയിട്ടുള്ള പെരിമെനോപോസൽ സിംറ്റംസിനെ പറ്റിയിട്ടാണ്. അഥവാ മെൻസസ് നിൽക്കുമ്പോഴുണ്ടാകുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ്. നമുക്ക് ഒരുപാട് പേർക്ക് അറിയാലോ, ഒരുപാട് പേര് ഈ പ്രോബ്ലം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാലോ അവർക്കത് എന്തുകൊണ്ടാണെന്ന് ആ സമയത്ത് അറിയാൻ ഭയങ്കര ചാൻസ് കുറവാണ്. അങ്ങനെയാണ് ഒരുപാട് പേര് ഈ സമയത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ലേഡീസ് ഡോക്ടേഴ്സിനെ എങ്ങനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട്, പക്ഷേ അവർക്ക് എന്താണ് അസുഖം എന്നറിയില്ല. അവർക്കുണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദന, തലകറക്കം, ഛർദി, പിന്നെ ശ്രദ്ധക്കുറവ്, ജോലിയിലുണ്ടാകുന്ന ശ്രദ്ധക്കുറവ്, അതേപോലെ തന്നെ ടെൻഷൻ വരുന്നത്, ഉറക്കക്കുറവ്, എപ്പോഴും വേർത്തുകൊണ്ടിരിക്കുക, എപ്പോഴും ചൂട് അനുഭവിക്കുക, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇതേപോലെയുള്ള മെൻസസിൻ്റെ ഇറഗുലാരിറ്റീസ് മെയിൻ സിംറ്റമായിട്ട് കാണുന്നത് ഇതാണ്. കാരണം മെൻസസ് അവർക്ക് കറക്റ്റ് ആവില്ല. ചിലപ്പം ഒരുപാട് കഴിഞ്ഞാണ് അവർക്ക് മെൻസസ് ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അടുത്തടുത്ത് മെൻസസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതേപോലെ വജൈനൽ ഡ്രൈനസ്, അതേപോലെ സെക്ഷൽ ഡിസയർ കുറയുന്നത്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് അനുഭവിക്കുന്ന ഒരു സ്റ്റേജ്. ഓൾമോസ്റ്റ് ഒരു 2 കൊല്ലമൊക്കെയാണ് അത് പറയുക. 1-2 കൊല്ലമൊക്കെ അവർ ഇത് അനുഭവിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ആൾക്ക് പക്ഷേ അവർക്ക് എന്തുകൊണ്ടാണ് ആ സമയത്ത് അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡയഗ്നോസിലെത്താൻ വേണ്ടി അവർ ഡോക്ടേഴ്സിനെ എപ്പോഴും കൺസൾട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ളൊരു അസുഖമാണ് പെരിമെനോപോസൽ സിംറ്റംസ് പറയുന്നത്. ഓക്കെ, ഇതുണ്ടാവുന്ന വയസ്സറിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റും. കാരണം കൺഫ്യൂഷൻ ഒഴിവാക്കാനും പറ്റും. ഒരു 45 മുതൽ 55 വയസ്സിലുള്ള ലേഡീസിനാണ് ഈ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മെൻസസ് ഇറഗുലാരിറ്റിയും സെക്ഷൽ ഡിസയർ കുറയുക, ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ നമ്മൾ എന്ത് മനസ്സിലാക്കുക, നമുക്ക് മെൻസസ് നിൽക്കാനായിട്ടുണ്ട്. ഈ മെൻസസ് നിൽക്കുന്ന സമയത്ത് ആണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ നോർമലി നമുക്ക് അറിയുന്നത് മെൻസസ് നോർമലി ഉള്ളൊരു ടൈം, അതുപോലെ മെൻസസ് ഫുള്ളായിട്ട് നിന്നിട്ടൊരു ടൈം, ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പാണ് ഈ പെരിമെനോപോസൽ സിംറ്റംസ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭാവിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം അവർ ക്രോണിക് ഇൻഫെക്ഷൻ വരെ നല്ല ചാൻസ് ഉണ്ട്. എപ്പോഴും അവർക്ക് മറ്റുള്ള അസുഖങ്ങളൊക്കെ, എപ്പോഴും അസുഖങ്ങളും ജലദോഷവും പനി അങ്ങനെയുള്ള ബാക്കിയുള്ള, അതേപോലെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ തന്നെ ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ. കാരണം ഈ മെൻസസ് ഉള്ള സമയത്ത് ഈ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് ഒരുപാട് പ്രൊട്ടക്ഷൻ ഈ മെൻസസ് കാരണം ലേഡീസിന് കിട്ടുന്നുണ്ട്. ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ മെൻസസ് നിൽക്കുന്നതോട് കൂടിയിട്ട് അവർക്ക് ആണുങ്ങളെ പോലെ തന്നെ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസും ഈക്വലായിട്ട് വരാൻ നല്ല ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാവിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. അതിന് എല്ലിന് ബലക്കുറവ് സ്റ്റാർട്ട് ചെയ്യും, കാൽസ്യക്കുറവ് സ്റ്റാർട്ട് ചെയ്യും, അതേപോലെ തന്നെ സൈക്യാട്രിക് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യും, അതേപോലെ തന്നെ മൂത്രപ്പഴുപ്പ് ഇടയ്ക്ക് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പിന്നീട് അങ്ങോട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ആണ് ഇതിന് എല്ലാവരും പറയുന്ന ഒരേ ഒരു എക്സസൈസ്. ഈ മൂഡ് ചേഞ്ചും ഉറക്കമില്ലായ്മയും അതേപോലെ തന്നെ നമ്മൾ പ്രശ്നങ്ങളും ഒക്കെ ഒഴിവാക്കാനുള്ള, ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള എക്സസൈസാണ്. ഒരിക്കലും ഒരു ഭാഗത്ത് ഇരുന്നുകൊണ്ടുള്ള എക്സസൈസ് ജോലികൾ ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക. റെഗുലർ ആയിട്ട് ഡെയിലി 1-1.5 മണിക്കൂർ അതിനുവേണ്ടി മാറ്റി വെക്കുക എന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാ സ്റ്റഡീസും പറയുന്നത് ഈ റെഗുലർ ആയിട്ടുള്ളൊരു എക്സസൈസാണ് പറയുന്നത്. രണ്ടാമതാണ് ഈ ഭക്ഷണക്രമമാണ്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. അതേപോലെ വെള്ളം കുടിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക. അത് ഒരുപാട് ഷുഗർ ഉള്ള ഭക്ഷണങ്ങളും അതേപോലെ തന്നെ ഹെൽത്തി അല്ലാത്ത ഓയിലി ഫുഡുകളും മാക്സിമം ഒഴിവാക്കാൻ, മാക്സിമം ഫ്രൂട്ട്സും പച്ചക്കറിയും ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം കഴിക്കാൻ ശ്രമിക്കണം. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ എല്ലിന് ബലക്കുറവ് ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാൽഷ്യം 1000 മുതൽ 1200 മില്ലിഗ്രാം വരെ ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ഡെയിലി കഴിക്കണം. പാല് പോലത്തെ ഭക്ഷണങ്ങളൊക്കെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, കഴിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റ് നമ്മൾ ഡെയിലി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മൂത്രപ്പഴുപ്പാണ്. ഈ മെൻസസ് നിൽക്കുന്നതോട് കൂടിയിട്ട് മൂത്രനാളിയിലുണ്ടാകുന്ന മസിൽസിന് കട്ടി കുറയും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭാവിയിൽ എപ്പോഴും മൂത്രപ്പഴുപ്പ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മാക്സിമം വെള്ളം കുടിക്കുക. ഒരു 15 കിലോ 20 കിലോ ഒക്കെ ലിറ്റർ വെള്ളം വെച്ച് ഡെയിലി നിർബന്ധമായിട്ട് നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശ്രദ്ധിച്ചാൽ മാക്സിമം ഇതുകൊണ്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്നാണ് പറയുന്നത്. ഈ ട്രീറ്റ്മെൻറ്റാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം മെയിനായിട്ട് ചില ആൾക്കാർക്ക് വരുന്നില്ല. നോർമലി മെൻസസ് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർ നോർമൽ ലൈഫിൽ തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഈ 2 കൊല്ലം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം,
മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റും എക്സസൈസും കാര്യങ്ങളും ചെയ്ത് അതിനെ എന്ത് ചെയ്യുക കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ലാത്ത നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ സൈക്യാട്രിക് കൗൺസിലിംഗ് ചില ആളുകൾക്ക് വേണ്ടി വരുന്നുണ്ട്. കാര്യം മൂഡ് ചേഞ്ചാണ് മെയിൻ പറയുന്നത്. അപ്പോൾ മൂഡ് ചേഞ്ച് ഉള്ള ആളുകൾക്കൊക്കെ ചിലപ്പം കൗൺസിലിങ്ങും അതേപോലെ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞ കാൽഷ്യം ടാബ്ലറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഡയഗ്നോസിൽ എത്തുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഇറഗുലാരിറ്റി മെൻസസിൽ വന്നു കഴിഞ്ഞാൽ പെരിമെനോപോസൽ സിംറ്റംസ് ആണോ അല്ല എന്നുള്ളത് ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ ഫിസിഷ്യനെയോ ആരെങ്കിലും കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഡയഗ്നോസിലെത്തുക. രണ്ടാമത്തത് അതിനെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അത് ചെയ്യാം. അത് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 കാര്യം നമ്മളിതിൽ ഫോളോ അപ്പിൽ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. പെരിമെനോപോസൽ സിംറ്റംസ് അതിൻ്റെ വയസ്സാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. 45-ൻ്റെയും 50-ൻ്റെയും ഇടയ്ക്കുള്ളൊരു വയസ്സ്, 55-ൻ്റെ ഇടയ്ക്കുള്ള വയസ്സാണ്. അത് ഓരോ സ്ത്രീകൾക്ക് ജനറ്റിക്കലായിട്ടും ഫാമിലി വൈസ് ആയിട്ടും ചില ആളുകൾക്ക് ആ വയസ്സിൽ ചെറിയ വേരിയേഷൻ വരാറുണ്ട്. അപ്പോൾ അതങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.